നമസ്കാരം. ജോൺസൺ സ്റ്റാർഗറ്റിൻ്റെ അതീവ പ്രസക്തമായ വിഷയങ്ങളിലൂടെയുള്ള സഞ്ചാരത്തിൻ്റെ നിരീക്ഷണം ആകുന്ന സഞ്ചാരത്തിലേക്ക്, സത്യത്തിൻ്റെ നിരീക്ഷണത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാ പ്രാവശ്യത്തെയും പോലെ അതീവ പ്രധാനമായതും അതീവ പ്രാധാന്യമുള്ളതും അതേസമയം തന്നെ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടിട്ടുള്ളതുമായിട്ടുള്ള ഒരു വിഷയത്തിലേക്കാണ് നമ്മൾ വരുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന, ജീവിതത്തിൽ നമ്മൾ തിരിച്ചറിയേണ്ടിരുന്ന പല ചതികളെക്കുറിച്ചാണ്, വഞ്ചനകളെക്കുറിച്ചാണ് ജോൺസൺ സ്റ്റാർഗറ്റിൻ്റെ നിരീക്ഷണത്തിൽ നമ്മൾ എന്നും പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയുള്ള അതീവ പ്രസക്തമായൊരു വിഷയത്തേക്കാണ് നമ്മൾ വരുന്നത്. ആ വിഷയത്തിൻ്റെ പേരാണ് സമരം. സമരം എന്ന വിഷയമാണ് ഇന്ന് ജോൺസൺ സ്റ്റാർഗറ്റിൻ്റെ നിരീക്ഷണത്തിലൂടെ അവതരിപ്പിക്കപ്പെടുന്നത്. സമരം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം യുദ്ധമെന്നാണ്. സമരം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം യുദ്ധമെന്നാണ്. യുദ്ധമെന്ന് പറഞ്ഞാൽ രണ്ട് വശങ്ങൾ കൂടിയിട്ടുള്ള ഒരു പ്രക്രിയയാണ്. യുദ്ധം എന്ന് പറഞ്ഞാൽ അതിന് രണ്ട് വശങ്ങളുണ്ടാകും. എന്ന് പറഞ്ഞാൽ യുദ്ധത്തിൽ രണ്ട് വശങ്ങളുണ്ടാവും. ഒരു വശത്തിന് യുദ്ധം ചെയ്യാൻ സാധ്യമല്ല. രണ്ട് വശങ്ങളുണ്ടെങ്കിലേ യുദ്ധം ഉണ്ടാകുന്നുള്ളൂ. അപ്പോൾ യുദ്ധമെന്നാണ് സമരത്തിൻ്റെ അർത്ഥം. നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന വളരെ പ്രസക്തമായൊരു കാര്യമാണ്. നമ്മൾ സമരം എന്ന് പറയുമ്പോൾ ഇങ്ങനെ കൈ കാട്ടി തൊള്ളോണ്ട് തൊള്ളെ തോന്നി ഇതൊക്കെ വിളിച്ചു പറഞ്ഞ് മുന്നോട്ട് പോകുന്ന ആളുകളെയാണ് നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത്. ആ മനസ്സിലേക്ക് കടന്നു വരിക അങ്ങനെയുള്ള ആളുകളാണ്. പക്ഷെ സമരം അതല്ല. സമരം എന്ന് പറയുന്നത് യുദ്ധമായിരിക്കെ തെറ്റായിട്ടുള്ളൊരു സമരം കടന്നു വന്നത് 1900s മാത്രമാണ്. ഇംഗ്ലീഷ് ക്രിസ്ത്യൻ ഇയറുകളിലെ 1900s എന്ന് പറയുന്ന കാലഘട്ടങ്ങളിലാണ് സമരം എന്ന് പറഞ്ഞ തെറ്റായ സ്ട്രൈക്ക് കടന്നു വരുന്നത്. അത് നമ്മൾ പറഞ്ഞു, സമരം എന്ന് പറഞ്ഞാൽ രണ്ട് ഭാഗങ്ങളുള്ളതാണ്. ഈ രണ്ട് ഭാഗങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമിക്കുന്നതിനെയാണ് സമരം എന്ന് പറയുന്നത്. അത് യുദ്ധമാണ്. യുദ്ധവും രണ്ട് ഭാഗങ്ങളുള്ളതാണ്. അങ്ങനെ വരുമ്പോൾ അങ്ങനെയല്ലാത്തതിനെ സമരം എന്ന് നമ്മൾ എങ്ങനെ വിളിക്കും? അത് സമരമല്ല, അത് വേറെ എന്തോ ആണ്. അതിനെ സ്ട്രൈക്ക് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതൊരു ഇംഗ്ലീഷ് ക്രിസ്ത്യൻ ലാംഗ്വേജ് വേർഡാണ്. അതിനർത്ഥമില്ല. അപ്പം സ്ട്രൈക്ക് എങ്ങനെ സമരമായി? ഈ സമരം യുദ്ധമല്ല എങ്കിൽ അത് സമരമല്ല. രണ്ട് ഭാഗങ്ങളില്ലെങ്കിൽ അത് സമരമല്ല. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ശക്തമായി അവരവരുടെ കാര്യങ്ങളിൽ ഊന്നിക്കൊണ്ട് നടത്തുന്ന യുദ്ധത്തെയാണ് സമരം എന്ന് പറയുന്നത്. ഇപ്പം രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രഹരിക്കുന്നതാണ് യുദ്ധം. അത് വാക്കാലായിരിക്കാം, അല്ലെങ്കിൽ പ്രവൃത്തിയാലായിരിക്കാം. ഇത് രണ്ടുപേരും പ്രവർത്തിക്കുകയോ പ്രവൃത്തിയാലോ വാക്കാലോ അല്ലാതെ നടത്തുന്ന സമരമല്ലാതിരിക്കെ ഒരു ഭാഗം മാത്രം നടത്തുന്ന ഈ എന്ന് പറഞ്ഞിട്ട് വിളിച്ചു പറയുന്നത് എങ്ങനെ സമരമാകും? അതിൻ്റെ പേരാണ് സ്ട്രൈക്ക് എന്ന് പറയുന്നത്. അത് സമരമല്ല. അപ്പോൾ ഈ സ്ട്രൈക്ക് നമ്മുടെ ഇവിടെ കൊണ്ടുവന്നത്
സമരം എന്ന പേരിൽ കൊണ്ടുവന്നത് ഗാന്ധിയാണ്. തെറ്റായാണ് നമ്മുടെ മനസ്സിലേക്ക് സമരമെന്ന് കയറ്റിവിട്ടത്. സമരമുറ നമ്മളൊക്കെ പഠിച്ചിട്ടുണ്ട്. അഹിംസ അത് നമ്മൾ വേറൊരു വിഷയമാണ്, പ്രധാന വിഷയമാണ്, അതിലേക്ക് വരാം. അത് വളരെ പ്രാധാന്യപ്പെട്ടതാണ്. അഹിംസ എന്ന് പറയുന്നത് നിങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളതോ നിങ്ങൾ കേട്ടിട്ടുള്ളതോ മനസ്സിലാക്കിയിട്ടുള്ളതോ ഒന്നുമല്ല അഹിംസ. അതുപോലെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സമരം എന്ന് പറഞ്ഞാൽ ഗാന്ധിയൻ സമരം എന്ന് പറഞ്ഞാൽ, ഗാന്ധിയൻ എന്ന് പറഞ്ഞാൽ ഗാന്ധിയുടെ സമരം എന്ന് പറയുന്നത് സമരമല്ല, അത് ഇംഗ്ലീഷ് ക്രിസ്ത്യൻ സ്ട്രൈക്കാണ്. അപ്പം എന്താ അതിൻ്റെ പ്രത്യേകത? ഇംഗ്ലീഷ് ക്രിസ്ത്യൻ സ്ട്രൈക്കിൽ ഒരു ഭാഗം മാത്രമേ ഉണ്ടാവുള്ളൂ. എന്ത്? സമരം എന്ന് പറയുന്നത് 2 ഭാഗങ്ങൾ ഉണ്ടാകുമ്പോൾ ഇംഗ്ലീഷ് ക്രിസ്ത്യൻ സ്ട്രൈക്കിൽ ഒന്നേ ഉണ്ടാവുള്ളൂ. എന്ന് പറഞ്ഞാൽ നിങ്ങൾ രണ്ടാം സ്വാതന്ത്ര്യ സമരം എന്ന് വിളിക്കപ്പെടുന്ന തട്ടിപ്പാണ്. അങ്ങനെ ഒരു രണ്ടാം സ്വാതന്ത്ര്യ സമരം ഇല്ല നമുക്ക്. സമരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യുദ്ധമായിരിക്കെ രണ്ടാം സ്വാതന്ത്ര്യ സമരം എന്ന് പറയുന്നത് അവിടെ യുദ്ധമായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ? ഭാരതീയരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. നമുക്ക് ആ കൂടി ഒരൊറ്റ സ്വാതന്ത്ര്യ സമരം ഉണ്ടായിട്ടുള്ളൂ എന്ന് നമ്മൾ പലതവണയായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ടാർഗറ്റിൽ, ജോൺസൺ ടാർഗറ്റിൻ്റെ നിരീക്ഷണത്തിൽ ഒറ്റ സമരം ഉണ്ടായിട്ടുള്ളൂ, സ്വാതന്ത്ര്യ സമരം എന്ന് പറയുന്നത്. അത് ഇംഗ്ലീഷ് ക്രിസ്ത്യൻ ഇയർ 1856-57 നടന്നിട്ടുള്ളതാണ്. അതിൽ മാത്രമേ 2 ഭാഗങ്ങൾ ഉണ്ടായിരുന്നിട്ടുള്ളൂ. കള്ളന്മാരായ ഇംഗ്ലീഷ് ക്രിസ്ത്യൻസും അതൊരു ഭാഗത്ത്, ഭാരതീയരായിട്ടുള്ള ജനതയും രാജാക്കന്മാരും വേറൊരു ഭാഗത്ത്. അപ്പോൾ 2 ഭാഗമുണ്ട്. ഈ 2 ഭാഗവും പരസ്പരം പോരടിച്ചിട്ടുള്ളത് ഒറ്റ സ്ഥലത്താണ്. അതാണ് ഇംഗ്ലീഷ് ക്രിസ്ത്യൻ ഇയർ 1956-57 സ്വാതന്ത്ര്യ സമരം ഒരെണ്ണം. രണ്ടാമത്തെ സ്വാതന്ത്ര്യ സമരം എന്ന് പറയുന്നത് 2 ഭാഗമില്ല. 2 ഭാഗത്തിൽ എന്താ ഉണ്ടാവുന്നത്? ഈ 2 ഭാഗം ഉണ്ടാകേണ്ടതിൽ എന്താ ഉണ്ടാവുന്നത്? രണ്ടാം സ്വാതന്ത്ര്യ സമരം എന്ന് പറയുന്നിടത്ത് എന്താ ഉണ്ടാവുന്നത്? ഭാരതീയർ പോകുന്നു, കൈയും കാലും ഉയർത്തി ഇത് പറയുന്നു, നിങ്ങൾ അതാണ്, നിങ്ങൾ ഒഴിഞ്ഞു പോകണം എന്നൊക്കെ പറയുന്നു. കള്ളന്മാരും തെമ്മാടികളും ചെറ്റകളുമായിട്ടുള്ള ഇംഗ്ലീഷ് ക്രിസ്ത്യൻസ് അവരെ തല്ലിച്ചതയ്ക്കുന്നു, കുറേ പേര് തട്ടിക്കളയുന്നു, അടിച്ചു കൊല്ലുന്നു. 2 ഭാഗം പ്രതികരിക്കാതെ പിന്നെ അതെങ്ങനെ സമരമായി? അതെങ്ങനെ യുദ്ധമാകുന്നു? അത് യുദ്ധമല്ല. അപ്പം നമ്മൾ തെറ്റിദ്ധരിപ്പിച്ചിട്ടുള്ളതാണത്. അങ്ങനെയാണ് നമ്മൾക്ക് സമരങ്ങൾ വന്നത്. ഭാരതീയർക്ക് 1800s എന്ന് പറയുന്ന ഇംഗ്ലീഷ് ക്രിസ്ത്യൻ പുലിയാട്ടുകൾക്ക് ആ കാലഘട്ടങ്ങൾക്ക് മുമ്പ്, അതായത് 1900s എന്ന് പറയുന്ന പുലിയാട്ടിന് മുമ്പ് സമരം എന്ന് പറഞ്ഞിട്ടുള്ള ഈ തട്ടിപ്പ് സ്ട്രൈക്ക് ഉണ്ടായിരുന്നിട്ടില്ല. നിങ്ങളൊരു കാര്യം ആലോചിക്കുക. ഭാരതത്തിലെ രാജാക്കന്മാരാണ് 1950 എന്ന് പറയുന്ന ഇംഗ്ലീഷ് ക്രിസ്ത്യൻ ഇയർ വരെ ഭരിച്ചിരുന്നത്. രാജാക്കന്മാരാണ്. അവർ നീതിമാന്മാരായിരുന്നു, അറിവുള്ളവരായിരുന്നു. അവരാണ് കൃത്യമായി രാജ്യം ഭരിച്ചിരുന്നത്. രാജാവില്ലാതെ രാജ്യമില്ല എന്നൊക്കെ നമ്മൾ പലതവണ ഇതിലൂടെ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. ഈ 1950 എന്ന് പറയുന്ന ഇംഗ്ലീഷ് ക്രിസ്ത്യൻ ഇയറിൽ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന 1935 ഇംഗ്ലീഷ് ക്രിസ്ത്യൻ ഇയറിലെ ഇംഗ്ലീഷ് ക്രിസ്ത്യൻസ് എന്ന് പറയുന്ന ബ്രിട്ടീഷ് തെമ്മാടികൾ ഇവിടെ ഭാരതത്തിൽ അടിച്ചേൽപ്പിച്ചിട്ടുള്ള ഇംഗ്ലീഷ് ക്രിസ്ത്യൻ ഇന്ത്യ ആക്ട് എന്ന് പറയുന്ന തട്ടിപ്പ് കോൺസ്റ്റിറ്റ്യൂഷനായി കൊടുന്നു വെച്ചു, ചട്ടയിട്ടിട്ട് കൊടുന്നു വെച്ചു. അപ്പോൾ ഈ ചട്ടയിട്ട് കൊടുന്നു വെച്ച കോൺസ്റ്റിറ്റ്യൂഷൻ വെച്ചിട്ട് ഇവരെവിടെ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഭാരതം എന്ന് പറയുന്ന രാജ്യത്തെ ഇല്ലാതാക്കി. രാജ്യത്തെ എങ്ങനെയാണ് ഇല്ലാതാക്കുന്നത്? അത് വളരെ എളുപ്പമാണ്. രാജ്യത്തെ ഇല്ലാതാക്കാന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം രാജാവിനെ ഇല്ലാതാക്കാന്നാണ്. രാജാവില്ലാതെ രാജ്യമില്ല. അപ്പോൾ രാജ്യത്തെ ഇല്ലാതാക്കാൻ വളരെ എളുപ്പത്തിൽ അവരെ കൊണ്ടുവന്ന് വെച്ചതാണ് 1935 ഇംഗ്ലീഷ് ക്രിസ്ത്യൻ 1935 ഇംഗ്ലീഷ് ക്രിസ്ത്യൻ ഇന്ത്യ ആക്ട് ആയിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ. അത് കൊണ്ടുവന്ന് വെച്ചിട്ട് അതിനെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞു വെച്ചു. ഭരണഘടന അല്ല, അത് കോൺസ്റ്റിറ്റ്യൂഷനാണ്. കോൺസ്റ്റിറ്റ്യൂഷൻ എന്താണെന്ന് ആർക്കും നിശ്ചയില്ല. അതവിടെ കൊണ്ടുവന്ന് വെച്ചു. കാരണം ഭാരതത്തിൽ അർത്ഥമില്ല കോൺസ്റ്റിറ്റ്യൂഷന്. കോൺ എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ നിങ്ങൾ നോക്കിയിട്ടുണ്ടായിരിക്കുന്നു വിചാരിക്കുന്നു. കോൺ CON കോണാണ്. കോൺ എന്ന് പറഞ്ഞാൽ തട്ടിപ്പ്, വെട്ടിപ്പ്, അങ്ങനെയൊക്കെയുള്ള ഇതാണ് നിങ്ങൾ ഇംഗ്ലീഷ് ഡിക്ഷണറി നോക്കിയാൽ കിട്ടുക.
കള്ളന്മാരെന്നെ പറഞ്ഞിട്ടുണ്ട് അത് കള്ളത്തരാന്നുള്ളത്, തട്ടിപ്പാണ്, പിടിച്ചു പറയാണ് എന്നൊക്കെ, അക്രമമാണെന്നൊക്കെ അവർ പറഞ്ഞിട്ടുണ്ട്, കോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അവർ കോൺസ്റ്റിറ്റ്യൂഷൻ കൊണ്ടുവന്ന് വെച്ചു, നമ്മളെ പറ്റിച്ചു. ഇപ്പോൾ ഈ 1950 ഇംഗ്ലീഷ് ക്രിസ്ത്യൻ ഇയറിൽ അവർ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന 1935 ഇംഗ്ലീഷ് ക്രിസ്ത്യൻ ഇന്ത്യ ആക്ട് കൊണ്ടുവന്ന് വെച്ചിട്ട് കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കിയിട്ട് അതിലൂടെ അവർ ചെയ്തത് രാജാക്കന്മാരെ ഇല്ലാതാക്കുകയാണ്. രാജാക്കന്മാരില്ലാതായി കഴിഞ്ഞാൽ അതിന് നമുക്കൊരു പദമുണ്ട് അർത്ഥമുള്ളത്, അരാജകത്വം. അരാജകത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജാവില്ലാത്ത അവസ്ഥ. അരാജകത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ വേറൊരു പേരാണ് അക്രമം എന്ന് പറയുന്നത്. അപ്പോൾ അരാജകത്വവും അക്രമവും 1950 മുതൽ തട്ടിപ്പുകൾ ഇവിടെ അടിച്ചേൽപ്പിച്ചു ഇവരെ. അങ്ങനെ വന്നപ്പോഴാണ് ഗാന്ധിയൻ സ്ട്രൈക്ക് സമരം എന്ന പേരിൽ വ്യാപിച്ചത്. സമരമല്ലാതെ സ്ട്രൈക്കാണ്. ഇവിടെ നമ്മൾ കാണുന്ന സ്ട്രൈക്കിലൊക്കെ എന്താ ഉണ്ടാവുന്നത്? സ്ട്രൈക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിക്കുക എന്നർത്ഥം. സ്ട്രൈക്ക് ഇംഗ്ലീഷിൽ ആ കള്ളന്മാർ പറയുന്നത് സ്ട്രൈക്ക് എന്ന് പറഞ്ഞാൽ അടിക്കുക എന്നുള്ളതാണ്. ഒന്ന് അടിച്ചു, എന്നിട്ട് അടിച്ചിട്ട് അതാണ് അടിക്കുകയാണ്. അപ്പോൾ നമ്മൾ കണ്ടിട്ടുള്ള എല്ലാ സ്ട്രൈക്ക് എന്ന് പറഞ്ഞിട്ടുള്ള സമരങ്ങളും നമ്മൾ നോക്കുക. എന്താ സമരമല്ലാതെ സ്ട്രൈക്കുകൾ നമ്മൾ നോക്കുക. അതിലൊക്കെ കുറേ സാധുക്കളായിട്ടുള്ള ആളുകൾ മുന്നോട്ട് പോകും. അവരാകെ കൂടി തൊള്ളോണ്ട് കുറച്ച് വ്യാപാരം നടത്തുന്നുണ്ട്. നിങ്ങൾ ഇത് മൂട്ടിക്കും, നിങ്ങൾ അങ്ങോട്ട് തേങ്ങയുടെ മൂട് ചെയ്യിപ്പിക്കും, നിങ്ങൾ അങ്ങോട്ട് പോവുക, ഇൻകുലാബ് തേങ്ങയുടെ മൂട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരങ്ങോട്ട് പോകും. ഇവരങ്ങോട്ട് പോകുമ്പോൾ ഈ ഇംഗ്ലീഷ് ക്രിസ്ത്യൻ തെമ്മാടികളുടെ അവരുണ്ടാക്കിയിട്ടുള്ള, ഭാരതീയർക്കെതിരെ ഉണ്ടാക്കിയിട്ടുള്ള പോലീസ് എന്ന് പറയുന്ന ഒരു കൂട്ടം അക്രമികൾ വരികയും ഈ തൊള്ള കൊണ്ട് മാത്രം ശബ്ദം ഉണ്ടാക്കി മുന്നോട്ട് പോകുന്ന ആളുകളെ അടിക്കുകയും ചെയ്യും. അടിക്കുക എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം നമ്മൾ നേരത്തെ പറഞ്ഞു, സ്ട്രൈക്ക് എന്ന് പറഞ്ഞാൽ ഒരു ഭാഗം വെറുതെ നിരായുധരായിട്ടുണ്ട് വരും. അപ്പോൾ അവരിങ്ങനെ കൈകൊണ്ടും കാലുകൊണ്ടൊക്കെ ഇങ്ങനെ ആക്കിയിട്ട് നിങ്ങൾ ചോദിക്കും, നിങ്ങളുടെ തേങ്ങയുടെ മൂട് നിങ്ങൾ ഉണ്ടാക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരിങ്ങോട്ട് ചെല്ലും. അപ്പോൾ മറ്റവരെന്ത് ചെയ്യും? സ്ട്രൈക്കാണല്ലോ. സ്ട്രൈക്ക് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അടിക്കുക. ഇതാണ് ഇപ്പൊ സ്ട്രൈക്കാണ് ഇവിടെ നടത്തിയിട്ടുള്ളത്. ഇത് തന്നെയാണ് രണ്ടാം സ്വാതന്ത്ര്യ സമരം എന്ന് പറഞ്ഞിട്ട് ഇവർ നടത്തിയിട്ടുള്ള തട്ടിപ്പിലും ഉണ്ടായിട്ടുള്ളത്. രണ്ടാം സ്വാതന്ത്ര്യ സമരം ഇല്ല, അതിലും സെക്കൻഡ് ഇൻഡിപെൻഡന്റ് സ്ട്രൈക്കാണ് നടത്തിയിട്ടുള്ളത്. സ്ട്രൈക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ചറ്റ ഇംഗ്ലീഷ് വെള്ളക്കാര് തന്തല്ലാത്തവന്മാർ എന്ത് ചെയ്യുന്നു? ഭാരതീയരെ അടിക്കുക, കൊല്ലുക. ഈ സ്ട്രൈക്ക് തന്നെയാണ് സ്ട്രൈക്ക്, അടി. അത് തന്നെയാണ് ഇപ്പോഴും നമ്മുടെ ഭാരതത്തിൽ നടക്കുന്നത്. എന്ത്? സ്ട്രൈക്ക്, സമരമല്ല. ഏത് സമരം എന്ന് പറയുന്ന കാര്യം നിങ്ങൾ എടുത്ത് നോക്കിക്കോ. ഈ സമരം എന്ന് പറയുന്നത് സാധുക്കളായിട്ടുള്ള ആളുകൾ മുന്നോട്ട് പോവുക, അടിവേടിക്കുക, വെട്ടിക്കുക, തലപൊട്ടുക, ജീവൻ പോവുക, വെട്ടിക്കുക. ഇതാണ് സ്ട്രൈക്ക്. ഇത് സമരമല്ല. ഇതൊരു വലിയ ചതിയാണ്. ഇംഗ്ലീഷ് ക്രിസ്ത്യൻസ് എന്ന് പറയുന്ന തെമ്മാടികൾ ഇവിടെ കൊടുന്ന് വെച്ച് ഗാന്ധിയെ കൊണ്ട് നടപ്പാക്കിപ്പിച്ചിട്ടുള്ള വലിയ ചതികൾ, ഒരുപാട് ചതികളുണ്ട്, നമ്മൾ അതിനെക്കുറിച്ച് കുറേ സംസാരിച്ചിട്ടുണ്ട്. ഒരുപാട് ചതികളിൽ വളരെ പ്രാധാന്യമുള്ള ഒരു ചതിയാണ് സ്ട്രൈക്ക് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ തലയിലേക്ക് സമരമെന്ന് പറഞ്ഞ് കയറ്റി വെച്ചിട്ടുള്ള ഈ തെമ്മാടിത്തം. ഇത് പ്രതികരണമല്ല, ഇതെന്താണ്? സ്ട്രൈക്കാണ്. അതായത് സാധാരണക്കാർ പോകുന്നു, പ്രശ്നമുള്ള ആളുകൾ പോകുന്നു, പ്രശ്നം അനുഭവിക്കുന്ന ആളുകൾ പോകുന്നു, തെമ്മാടിക്കൂട്ടങ്ങൾ ആളുകളെ തല്ലിച്ചതയ്ക്കുന്നു, സ്ട്രൈക്ക് ചെയ്യുന്നു. അപ്പോൾ സ്ട്രൈക്ക് എന്ന് പറഞ്ഞ അർത്ഥം അവരൊക്കെ ഇംഗ്ലീഷ് ക്രിസ്ത്യൻ കള്ളന്മാർ പറഞ്ഞ അർത്ഥം ഇവിടെ അന്വർത്ഥമാവുകയാണ്. അവർ പറഞ്ഞിട്ടുള്ളത് അവരെന്താ പറഞ്ഞിട്ടുള്ളത്? അടിയും. സ്ട്രൈക്ക് എന്ന് പറഞ്ഞാൽ അടിയും. എന്താ ഉണ്ടാവുന്നത്? അടിനെ ഉണ്ടാവുന്നത്. ഈ അടിയാണ് സ്ട്രൈക്ക്. ഈ സ്ട്രൈക്കാണ് സമരം എന്ന് പറഞ്ഞ് നമ്മളെ തെറ്റിദ്ധരിപ്പിച്ച് കേട്ടിട്ടുള്ളത്. അപ്പോൾ സെക്കൻഡ് ഇൻഡിപെൻഡൻറ്റ് വാർ ഇല്ല, അതിന് പകരം സെക്കൻഡ് ഇൻഡിപെൻഡൻറ്റ് സ്ട്രൈക്കുണ്ട്. അത് സമരവുമല്ല, രണ്ടാം സ്വാതന്ത്ര്യ സമരമല്ല, രണ്ടാം സ്വാതന്ത്ര്യ സ്ട്രൈക്ക്. ആദ്യത്തേത് ഇംഗ്ലീഷ് ക്രിസ്ത്യൻ 1956-57 ഒന്നാം സ്വാതന്ത്ര്യ സമരം, ഒന്നാമെന്നല്ല, ഏക സ്വാതന്ത്ര്യ സമരവും. രണ്ടാം സ്വാതന്ത്ര്യ സമരം എന്ന് പറഞ്ഞത് രണ്ടാം സ്വാതന്ത്ര്യ സ്ട്രൈക്കുമാണ്. ഇത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ആ സ്ട്രൈക്ക് ഇംഗ്ലീഷ് ക്രിസ്ത്യൻ ഇയർ തട്ടിപ്പിൻ്റെ തുടർച്ചകളാണ്. പിന്നെ ഇന്ത്യ ആക്കപ്പെട്ടിട്ടുള്ള ഭാരതത്തിൽ ഉണ്ടായിട്ടുള്ള എല്ലാ സ്ട്രൈക്കുകളും നിങ്ങൾ നോക്കിക്കോ.
ആളുകൾ മുന്നോട്ട് പോകുന്നു, അടിവെടിക്കുന്നു, ചാവുന്നു, പിറകിലേക്ക് മടങ്ങി വീട്ടിലേക്ക് പോകുന്നു. ഈ സ്ട്രൈക്കുകളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊരു ചതിയാണെന്ന് മനസ്സിലാക്കി ഇത് നിങ്ങളുടെ സ്വന്തം ആളുകളിലേക്ക് എത്തിക്കുകയും ഈ തട്ടിപ്പ് ഇംഗ്ലീഷ് ക്രിസ്ത്യൻ റൂളിങ്ങിൻ്റെ ഒരു ഭാഗമാണ് എന്ന് മനസ്സിലാക്കുക, അത് മനസ്സിലാക്കാൻ അവരെ സഹായിക്കുകയും ചെയ്യാമെന്ന് നമ്മൾ ആലോചിക്കാം. നമ്മൾ പറഞ്ഞു വന്നൊരു വിഷയമാണ്, രാജാക്കന്മാരാണ് നമ്മൾ ഈ 1950 എന്ന് പറയുന്ന ഇംഗ്ലീഷ് ഇയർ വരെ ഭരിച്ചിരുന്നത്. അവിടെ അതുമുതൽ അരാജകത്വം വന്നു. അപ്പോൾ നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ ഈ രാജാവ് ഭരിച്ചിരുന്നപ്പോൾ, ഏത് രാജാവ് ആണെങ്കിൽ ആയിക്കോട്ടെ, സ്വാതിരുന്നാളോ, ധർമ്മരാജയോ, വിക്രമാദിത്യനോ, ഏത് രാജാവ്, ചേരമാൻ പെരുമാളോ, ഏത് സാമ്രാട്ട് ഭരിച്ചിരുന്ന കാലത്തെങ്കിലും ജനങ്ങൾ സമരവുമായി പോയതായി നിങ്ങൾ കേട്ടിട്ടുണ്ടോ രാജാവിനെതിരെ? കാരണം അങ്ങനൊരു കാര്യവും ഉണ്ടായിട്ടില്ല. കാരണം രാജാക്കന്മാർ എന്ന് പറയുന്നത് ജനത്തിന് അനുസൃതമായി ജനങ്ങൾക്ക് വേണ്ടി കൊണ്ടിരുന്നവരാണ്. അവർ മുന്നിൽ നിന്ന് യുദ്ധം ചെയ്യുക, പിറകിൽ നിന്നിട്ട് ഈ പൊളിറ്റിക്കൽ കള്ളന്മാരുടെ പോലെയല്ല. അപ്പോൾ ജനങ്ങൾ ഒരിക്കലും രാജാക്കന്മാർക്കെതിരെ, സ്വന്തം രാജാക്കന്മാർക്കെതിരെ സമരം അഥവാ യുദ്ധം നടത്തിയിട്ടില്ല. അതുകൊണ്ട് ഭാരതത്തിൽ 1900 ഇംഗ്ലീഷ് ക്രിസ്ത്യൻ സെഞ്ചുറി മുതലല്ലാതെ സമരം എന്ന് പറഞ്ഞിട്ട് സ്ട്രൈക്ക് ഉണ്ടായിരുന്നിട്ടേ ഇല്ല. ഇതെന്താ നിങ്ങൾ ആലോചിക്കുക, ഈ സ്ട്രൈക്ക് കൊണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ഉപകാരം ഉണ്ടായിട്ടുണ്ടോ? ഈ സ്ട്രൈക്ക് കൊണ്ട് പ്രത്യേകിച്ച് ഒന്നും ഉണ്ടായിട്ടില്ല, ഉണ്ടാവുകയുമില്ല. ഇതൊരു തട്ടിപ്പാണ്. കുറേ ആളുകൾ അടികൊള്ളിക്കാനും മുറിവേൽപ്പിക്കാനും തട്ടിക്കളയാനുമുള്ള ഒരു ഇംഗ്ലീഷ് ക്രിസ്ത്യൻ ചതിയാണ് സമരം എന്ന പേരിൽ അടിച്ചേൽപ്പിച്ചിട്ടുള്ള സ്ട്രൈക്ക് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി, അത് തിരിച്ചറിഞ്ഞ് അത് നമ്മുടെ എല്ലാവരിലേക്കും പകർന്നു കൊടുത്ത് ഈ സ്ട്രൈക്ക് എന്ന് പറയുന്ന പുലിയാട്ട് ഇവിടെ അവസാനിപ്പിക്കാനുള്ള ശ്രമത്തിൻ്റെ ആദ്യപടിയായിട്ട് അതിനെക്കുറിച്ച് മനസ്സിലാക്കി എല്ലാവരും ഒരുമിച്ച് നിന്ന് ഈ സ്ട്രൈക്ക് എന്ന് പറയുന്ന സമരം എന്ന് പറഞ്ഞ് നമ്മുടെ തലയിൽ കയറ്റി വെച്ചിട്ടുള്ള പുലിയാട്ട് അവസാനിപ്പിക്കാനായിട്ട് ഒത്തൊരുമയോടുകൂടി എല്ലാ മലയാളികളും ഭാരതീയരും ശ്രമിക്കുവാൻ വേണ്ടി ജോൺസൺ ടാർഗറ്റിൻ്റെ സമരം എന്ന് പറയുന്ന നിരീക്ഷണത്തിൻ്റെ ഈ ഭാഗം ഉപകാരപ്പെടുമെന്ന് കരുതിക്കൊണ്ട് ശ്രദ്ധിച്ചു കേട്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.